ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുഴിപ്പനിയാരമാണ് കേട്ടോ. അപ്പോൾ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ അല്പം വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ ഇതൊരു എന്താ പറയുക, നമ്മുടെ കേരള ഡിഷല്ല, നമ്മളെ തമിഴ്നാടിൻ്റെ ഡിഷാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക, അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ജീരകം ഇട്ട് ഒന്ന് പൊട്ടുന്ന സമയത്തേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നീട് നിങ്ങൾക്ക് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. ഒരു സവാള 2-3-4 എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക, പിന്നീട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. സവാളയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. ഒന്ന് വാടുന്ന സമയത്ത് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഈ കുഴിപ്പനിയാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇഡലിയുടെയും ദോശയുടെയൊക്കെ മാവില്ലേ, സംഭവം അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പുറത്ത് ഞാൻ തേങ്ങാ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, അതൊന്ന് വാട്ടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷൊക്കെ ട്രൈ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ. ഇഡ്ഡലിയും ദോശയൊക്കെ തിന്ന് മടുക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടും പിന്നെ കുട്ടികൾ തിന്ന് മടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇനി ഞാൻ ചെയ്യുന്ന നമ്മളുടെ ഇഡ്ഡലിയുടെയും ദോശയുടെയും മാവ് അധികം വന്ന ഇരിപ്പുണ്ടായിരുന്നു. അത് വൈകുന്നേരം ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് സംഭവം ഇത് കേട്ടോ. അപ്പം നമ്മൾ മാവിൻ്റെ അകത്തേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഉള്ളിയുടെയും പച്ചമുളകുടെയും കറിവേപ്പിലയുടെയും ഒക്കെ കൂട്ടില്ലേ, അതങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മളുടെ ഉണ്ണിയപ്പക്കാരയില്ലേ, അത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട് കേട്ടോ. അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഓടിൻ്റെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടി പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ നമ്മളുടെ ഉണ്ണിയപ്പക്കാരയില്ലേ, അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് എണ്ണയൊന്നും കോരി ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ആ മാവ് കോരി ഒഴിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 2 ദിവസം പനിയൊക്കെ ആയത് കാരണം എനിക്ക് റെസിപ്പികളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കഞ്ഞിയും പേരൊക്കെ ആയിരുന്നു കൂടി, അത് കാരണം ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പാൻ ഒന്ന് ചൂടായി വരുന്നത്, അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ മിക്സ് ചെയ്തിരിക്കുന്ന മാവില്ലേ, അതിൽ വേണമെങ്കിൽ ഒരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ചട്നിയില്ലേ, തേങ്ങാ ചമ്മന്തി, അതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട്. സാമ്പാർ വേണമെങ്കിലും കഴിക്കാം, ചമ്മന്തി വേണമെങ്കിലും കഴിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, അപ്പോൾ സംഭവം നോക്കിക്കോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കോരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഞാൻ ബ്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, എണ്ണ അതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഓയിലിൽ അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഓക്കെ, പിന്നീട് എന്നിട്ട് ആ സൈഡ് വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ മാവൊക്കെ അധികം വരുമ്പോൾ വൈകുന്നേരം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും. എരിവൊക്കെ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. വളരെ സാവധാനത്തിൽ, ഞാൻ പറയാം നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഇളകി വരും കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ കുഴിപ്പനിയാരം എന്ന് പറയുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അങ്ങനെ ഉണ്ടാക്കുമെന്നൊന്നും തോന്നുന്നില്ല. ഇത് തമിഴ്നാടുകാരുടെ ഡിഷാണ് സംഭവം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് കുറേ നാളായി ഞാൻ വിചാരിച്ചിട്ട്. ഇപ്പോഴാണ് എനിക്കൊന്ന് പറ്റിയത് കേട്ടോ. സംഭവം ഒന്നുമില്ല, നമ്മൾ ഇഡ്ഡലിയുടെ ദോശയുടെ മാവ് തന്നെ അതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയിട്ട് കൊടുത്തിട്ട് സംഭവം ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഈസി അല്ലേ. അപ്പോൾ വെന്തിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ. കുഞ്ഞുങ്ങൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് കഴിക്കാനും തോന്നും. കണ്ടില്ല, ഇങ്ങനെയൊക്കെ ഓരോ ഷേപ്പുകളിലൊക്കെ കൊടുക്കുമ്പോൾ അവർ കഴിക്കാതിരിക്കുമോ? എണ്ണയിലൊന്നും ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ കൂടെ നമ്മൾ ചട്നിയാണ് എടുക്കുന്നത് കേട്ടോ. നല്ല തേങ്ങാ ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ.
അപ്പോൾ അടുത്തത് ഞാൻ അതുപോലെ എല്ലാം ഒന്ന് കോരി ഒഴിച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചായ അടുപ്പത്താക്കുമ്പോൾ തന്നെ ഇത് അപ്പുറത്തെ സൈഡിൽ നമുക്ക് വെന്ത് കിട്ടും. ഇത്രയേ ഉള്ളൂ, സംഭവം ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അതേ കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതും നമ്മുടെ കുഴിപ്പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എന്താ പറയുക, കുഴിപ്പനിയാരം എന്ന് പറയുന്നത് എന്താ പറയുക, ഇതൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് എന്താ സംഭവം, ഏത് ലാംഗ്വേജ് ആണെന്നൊക്കെ വിചാരിക്കാറുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതാ ഞാൻ പറയുന്നത് നമ്മുടെ തേങ്ങാ ചമ്മന്തി ഞാൻ എല്ലായിടത്തുനിന്ന് വെക്കുകയാണ് കേട്ടോ. നമ്മുടെ നല്ല തേങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് വെള്ളയ്ക്ക് അരച്ച് വെച്ച ചമ്മന്തിയാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത് കേട്ടോ. അന്ന് സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുമര ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ വെള്ളച്ചമ്മന്തി, അതൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നെയ്യൊക്കെ തേച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും, നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് നമ്മൾ റിഫൈൻഡ് ഓയിൽ വെച്ചാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ നല്ല തേങ്ങാ ചട്നി അതിന് മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സ്പോഞ്ചി ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതാ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ എന്താ പറയുക, ഉണ്ടാക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാതല്ലേ, ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെയും ബായ്. കണ്ടില്ലേ, നമ്മുടെ കുഴിപ്പനിയാരം ഇവിടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം സ്പൈസിയാണ് കേട്ടോ. ഞാൻ അല്പം എന്താ പറയുക, മുളകൊക്കെ ചേർത്ത് നല്ലൊരു ചട്നിയാണ് ഉണ്ടാക്കി വെച്ചിരുന്നത് കേട്ടോ. അല്പം സ്പൈസി ആയി പോയി. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എരിവൊക്കെ അല്പം കുറച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതാ നമ്മുടെ കുഴിപ്പനിയാരമൊക്കെ ഞാൻ ഇവിടെ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു.